വളരെ ഒരു പ്രത്യേക സാഹചര്യമാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ ജി സുധാകരൻ്റെ ഒരു നിലപാട് ഇങ്ങനെ UDF ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേ ഒരു പ്രതീക്ഷയോടെ നിങ്ങൾ ഇദ്ദേഹത്തിലേക്ക് പോകുന്നുണ്ടോ, അതോ അത് അവരുടെ കാര്യം എന്ന നിലയ്ക്ക് തള്ളിക്കളയുകയാണോ? അല്ല, നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ മൂല്യങ്ങളുടെ തകർച്ചയാണ് ഇതിൽ വരുന്നത്. ഒരു സിറ്റിംഗ് MLA പരസ്യമായി പറയുകയാണ് അവിടെ സാമ്പത്തികമായ ആരോപണം വരുന്നു, മുൻ MLAക്കെതിരെയുള്ള നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരികയാണ്. ഇതൊക്കെ അന്വേഷിക്കേണ്ടതും ജനങ്ങളുടെ മുന്നിലെ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഇടതുപക്ഷ പാർട്ടികൾക്കുള്ളതാണ്. ഇവിടെ ശ്രീ CC മുകുന്ദൻ എടുത്ത ഇപ്പോഴത്തെ ഒരു നിലപാട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം പറയേണ്ടത് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ച് പ്രഖ്യാപിക്കുന്നല്ലോ. അപ്പൊ അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്. പിൻവലിച്ച് പിന്തുണ കൊടുക്കോ? അല്ല, ആ കാര്യത്തിൽ തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. അതിലിപ്പോ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഇത്രയ്ക്ക് മാത്രമേ റോളുകളുള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പ്രഖ്യാപനം അവിടെ നിന്നാണ് വരുന്നത്. പക്ഷെ അങ്ങനെ ഒരു നിലപാടെന്താണ്, അത് ശരിയാണ് എന്നുണ്ടോ? അല്ലല്ല, പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയിലേക്ക് ആർക്കും സ്വാഗതമാണ്. പാർട്ടിയുടെ നയപരിപാടികളും പാർട്ടിയുടെ ആദർശവുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ആരെയും പാർട്ടിയിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള നിലപാടാണ്. മറ്റു വിഷയങ്ങൾ, മത്സരങ്ങളോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിന് സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ചു വരുന്നതാണല്ലോ. അല്ലാതെ കോൺഗ്രസിന്റെ നിലപാടുകൾ ഇഷ്ടപ്പെട്ടൊന്നും ആയിരിക്കില്ലല്ലോ. അല്ലല്ല, സ്വാഭാവികമായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ നയപരിപാടികളും ആദർശങ്ങളും അതിലെ അടിയുറച്ച് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമല്ലേ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ സാധിക്കുള്ളൂ. അതൊക്കെ അത്തരം വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സിറ്റിംഗ് MLA ഇടതുപക്ഷത്തെ തുറന്നു കാണിച്ച നടപടി സ്വാഗതാർഹമാണ്. അവിടെ വിളിച്ചു പറയുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തുകയും അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഒരു രീതിയാണ് ഇന്നിപ്പോ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും കണ്ടുവരുന്നത്. പേയ്മെന്റ് സീറ്റ് എന്ന ഒരു ആരോപണം, അതിനോട് അങ്ങേക്ക് എന്താണ് പറയുന്നത്? അതാണല്ലോ അദ്ദേഹം പറഞ്ഞത്. പേയ്മെന്റ് സീറ്റ് ആണെന്ന് പറയാൻ കാരണം ഇവരെ കുറിച്ച് വലിയ അലിഗേഷൻ ഉണ്ടായതാണ്. ഗീതാ ഗോപി MLAയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉണ്ടായതാണ്. വലിയ വ്യവസായിയുടെ പേരുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുണ്ടായതാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ പാർട്ടിയിലെ രീതി പരസ്യമായി അങ്ങനെ ഒരിക്കലും പറയാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പൊ അത് വിളിച്ചു പറയാണ്. അതും സിറ്റിംഗ് MLA ആണ് വിളിച്ചു പറയണത്. വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. അവരുടെ മൂല്യങ്ങളുടെ തകർച്ചയാണ്, ഇടതുപക്ഷത്തിന്റെ ജീർണതയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ വലിയ ആവേശം തന്നെ സൃഷ്ടിക്കും. കാരണം ഇടതുപക്ഷത്തിന്റെ സ്ഥിതി ഇതാണെന്നുള്ളത് ഞങ്ങൾ പറയാൻ മാത്രമല്ല, അവിടെ നിന്ന് തന്നെ വിളിച്ചു പറയുന്നത്. എന്ന കാര്യത്തിൽ പറഞ്ഞല്ലോ, അത്തരം തീരുമാനങ്ങൾ ദേശീയ സംസ്ഥാന നേതൃത്വമാണ്. വളരെ നന്ദി ശ്രീ ജോസഫ് ടാജറ്റ്.